ഹലോ ടീം, ഇതാ ഒരു ചെറിയ ഫുഡടി വീഡിയോ ആണ്. ഫുഡെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പ്രതിവേട്ടൻ ഇടുന്ന സെറ്റ് ചെയ്ത ഫുഡാണ്. എന്നാ പിന്നെ അല്ല ഇല്ല ഒത്തില്ലേ എന്നാ പിന്നെ തുടങ്ങിക്കോ. ആദ്യം ഞാൻ മുന്തിരി തുടങ്ങാം. ചിക്കൻ അല്ല, ലോബ്സ്റ്റർ ആണത്. ലോബ്സ്റ്റർ തുടങ്ങിക്കോ. ലോബ്സ്റ്റർ ഉണ്ട്, നമ്മുടെ ബ്രോക്കോളി ഉണ്ട്. ലോബ്സ്റ്ററും ബ്രോക്കോളിയും കൂട്ടി ഒരു പിടി പിടിക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. നല്ല അടിപൊളി. നമ്മൾ ഉണ്ടാക്കാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ മന്തിയാണ് കഴിച്ചു, ഇപ്പൊ നമുക്ക് മട്ടണ കിട്ടിയ പ്രതിവേട്ടാ. ഇപ്പോൾ ബഹറിൽ തൊഴിൽ അന്വേഷിച്ച് വരാൻ പോകുന്നവരോട്, അതായത് തൊഴിൽ അന്വേഷികളോട്, ബഹറിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിലേക്ക് വരാൻ പോകുന്നവരോട്, ഒരു ബഹ്റിനിലെ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനില്ല? വെറും നമുക്ക് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കിട്ടും. PSC ആയാലും ശ്രമിച്ചാൽ കിട്ടും, അതല്ലല്ലോ ചോദ്യം. ഇവിടെ ജോലിയൊന്നുമില്ല, വേറെ ജോലിയൊന്നുമില്ല. പക്ഷെ അതൊക്കെ വൃത്തിയാണ്. ജോലിയൊക്കെ ഉണ്ട്, നല്ല നല്ല ജോലികളുണ്ട്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ജോലി ചെയ്യാൻ മനസ്സ് വേണം. അങ്ങനെ മനസ്സിൻ്റെ ഇവിടെ എല്ലാ സ്ഥലത്തും ജോലിയുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ശമ്പളം കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഒരു സന്മനസ്സില്ലായ്മ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ എവിടെയും ജോലി കിട്ടും. അതിനുള്ള മനസ്സ്. പ്രതിഭാനെ സംബന്ധിച്ചോളം പ്രതിഭ ഭയങ്കര ബേസിക് ലെവലിൽ നിന്ന് താഴെക്കിടയിൽ നിന്ന് വന്ന ഒരാളല്ലേ. അപ്പം അങ്ങനെ ആ ഒരു അനുഭവം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. ഞാൻ ജോലി ചെയ്ത് ലേബർ പണിക്കാരനായിരുന്നു. എനിക്ക് മോശമില്ലാത്തൊരു ജോലി. ഇപ്പം ലക്ഷങ്ങൾ ശമ്പളം, രാജാവിൻ്റെ അടുത്ത് കാണാനുള്ള അവസരം, ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് പ്രതിഭട്ട. ബഹ്റിനിൽ ജോലി അന്വേഷകർക്കായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇല്ലേ, എക്സ്പാട്രിയേറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിലിപ്പോൾ അപേക്ഷ കഴിഞ്ഞാൽ ഒരുപാട് ജോലി കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ അറിവില്ല അങ്ങനെ ആരെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ ആൾക്കാർ? അതെന്താ ഇല്ലാണ്ട് ഇവിടെ ഇപ്പം ഒരുപാട്. അതെ, എൻ്റെ അറിവിൽ കിട്ടിയിട്ടുണ്ട്. എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് വളരെ ചെറിയ ജോലി മുതൽ വളരെ വലിയ തൊഴിലാളികളെ ഇവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഗവൺമെന്റ് ചെയ്യുന്നത്. എക്സ്പാട്രിയേറ്റ് എന്നുള്ള സൈറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഒരുപാട് ചെറുത് വലുതായിട്ട് തൊഴിലവസരങ്ങൾ, എംപ്ലോയറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഹൈ പ്രൊഫൈൽ ജോലികൾ വേണ്ടെന്നൊക്കെ അതിൽ നേരിട്ട് ലിങ്ക്ഡിനിൽ പോവുക, ലിങ്ക്ഡിനിൽ അപേക്ഷിക്കുക. ഏറ്റവും കൂടുതൽ വലിയ കമ്പനീസ് ഇന്ന് ഹയർ ചെയ്യുന്നത് ഈവൺ എയർപോർട്ടിലായി പോലും നമ്മളൊക്കെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് ലിങ്ക്ഡിൻ വഴിയാണ് എല്ലാ ഹയറിംഗ് നടക്കുന്നത്, വലിയ വലിയ പൊസിഷനിലേക്ക്. അപ്പോൾ ആ രീതിയിൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ലിങ്ക്ഡിൻ വഴി അപ്ഡേറ്റ് ചെയ്ത CV ഒക്കെ ലിങ്ക്ഡിൻ വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും സാധ്യതകൾ ഉണ്ട്. ഈ മട്ടൺ ഊസിനെ പറ്റിയിട്ട് നിങ്ങൾ എന്നാ പറയല്ലേ? ഇതൊക്കെ എവിടെ പോയി വേണ്ട ആടാണ്. പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.